നമസ്കാരം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മന്ത്രിസ്ഥാനമൊക്കെ തെറിപ്പിച്ച് ചാണകവെള്ളം തളിക്കാൻ ഒരുങ്ങുന്നു CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. പിന്നിൽ ആരാണ്? ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി ആലത്തൂരിൽ മത്സരിപ്പിക്കുവാനുള്ള വലിയ ശ്രമം പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വലിയ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. രാധാകൃഷ്ണനെ ഒതുക്കാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നതോടെയാണ് ലോക്സഭാ സീറ്റ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവസാനത്തെ അടവെടുത്തിരിക്കുന്നത്. കെ ശൈലജയെ വെട്ടിനിർത്തി ഇപ്പോൾ രാധാകൃഷ്ണനെയും. ചേലക്കരയുടെ സ്വന്തം രാധേട്ടൻ ആലത്തൂരിൽ മത്സരിക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളത് സത്യം. എന്നാൽ പാർട്ടി തീരുമാനം അനുസരിക്കണമെന്ന വാളോങ്ങിക്കൊണ്ട് വീണ്ടും സമ്മതം വാങ്ങി ഇപ്പോൾ പാർട്ടി തന്നെ സമ്മതം വാങ്ങിയിരിക്കുകയാണ് രാധാകൃഷ്ണനിൽ നിന്ന്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സീനിയർ മെമ്പറും ഏകമന്ത്രിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ മത്സരിക്കുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അത് ഉറപ്പല്ലേ? മാത്രമല്ല MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. ഇതോടെ മന്ത്രിസഭയിലെ പിണറായിക്കൊപ്പമുള്ള സീനിയർ അംഗത്തെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം ഇതോടുകൂടി പൂർത്തീകരിക്കപ്പെടും, നിറവേറ്റപ്പെടും. ബുദ്ധിമാനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏക മന്ത്രി കൂടിയാണ് രാധാകൃഷ്ണൻ. രാജ്യസഭയിൽ MP ആയിരുന്ന P രാജീവും MP രാജേഷിനെയും മത്സരിപ്പിക്കാതെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ചേലത്തൂരിൻ്റെ രാധേട്ടനിലേക്ക് പാർട്ടി എത്തിയത്. എന്തുകൊണ്ട്? ദേവസ്വം മന്ത്രിയായി ഒരു പട്ടികജാതിക്കാരനെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് NSSും മറ്റ് സംഘടനകളും നേരത്തെ തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കേരളം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണ്ടേ? ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുകയാണ് CPMൻ്റെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ രാധാകൃഷ്ണൻ്റെയും കെ ശൈലജയുടെയും പേരുകൾ അത് ഉയർന്നു വന്നിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്? അവർ സീനിയർ നേതാക്കളാണ്, സീനിയർ സഖാക്കളാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും വ്യക്തിത്വവും ഈ രണ്ടു പേർക്കും ലഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ വസ്തുത. ഇതിൽ കെ രാധാകൃഷ്ണൻ്റെ പേര് പരാമർശിക്കപ്പെട്ടത് കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്ന മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു. പക്ഷേ അത് നടന്നോ? നടന്നില്ല. കാരണം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി. ഇത് ചരിത്രമാണ്. CPMന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ പൂർണ്ണമായും കൂടെ നിർത്താനാകുന്ന ഒരു തീരുമാനം, അത്തരത്തിലൊരു തീരുമാനമായാണ് അന്നത് കണ്ടിരുന്നത് എങ്കിൽ കൂടിയും പക്ഷേ കെ രാധാകൃഷ്ണൻ മന്ത്രി മാത്രമേ ആയുള്ളൂ, മുഖ്യമന്ത്രി ആയില്ല. എന്നാൽ പാർട്ടിയുടെ അധികായന്മാരിൽ പ്രധാനിയായിട്ടുള്ള പിണറായി വിജയൻ ഈ ഒരു ചരിത്രമാറ്റത്തിന് തയ്യാറല്ലായിരുന്നു. തൻ്റെ ചരിത്രം കേരളത്തിൽ എഴുതാനുള്ള തിടുക്കത്തിലായിരുന്നു പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ നടന്നു കയറുകയായിരുന്നു. അല്ലെങ്കിൽ ചരിത്രം മറ്റൊന്നായേനെ. എന്നാൽ ഇത്തവണ ചരിത്രം മറ്റൊരു രീതിയിൽ തിരുത്തുവാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രി പാർട്ടി തീരുമാനത്തിലൂടെ ശ്രമിക്കുന്നത്. ലോക്സഭയിലേക്ക് ഒരു മന്ത്രിയെ മത്സരിപ്പിക്കുക. അതിലൂടെ ചേലക്കരയുടെ മന്ത്രിയെ വെറും സ്ഥാനാർത്ഥിയാക്കി മാറ്റുക. MLA സ്ഥാനം രാജിവെക്കാതെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക എന്നാണ് CPM പാർട്ടി പറയുന്നതെങ്കിൽ കൂടിയും നടക്കുമോ എന്നറിയില്ല. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് പട്ടികജാതിക്കാരൻ ദേവസ്വം മന്ത്രിയായതിൻ്റെ ക്ഷീണം തീർക്കാനാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. കൂടാതെ പിണറായി വിജയനുമായുള്ള സീനിയോറിറ്റി ഉണ്ടല്ലോ, ആ സീനിയോറിറ്റി പ്രശ്നവും ഇതോടുകൂടി പരിഹരിക്കാനാകുമെന്നുള്ളതാണ്. 1996 പിണറായി വിജയനൊപ്പമാണ് രാധാകൃഷ്ണൻ ആദ്യമായിട്ട് മന്ത്രിസഭയിലേക്ക് മന്ത്രിയായിട്ട് എത്തുന്നത്. മന്ത്രി എന്ന നിലയിൽ പിണറായിയും അന്ന് കന്നിക്കാരനായിരുന്നു. 1996 കാര്യം. 1996 മുതൽ 98 വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ വൈദ്യുതി, സഹകരണം എന്നീ വകുപ്പുകളായിരുന്നു അന്ന് വിജയൻ ഉണ്ടായിരുന്നത്. മന്ത്രിയായിരുന്ന വിജയൻ ഉണ്ടായിരുന്നത്. ചടയൻ ഗോവിന്ദൻ മരിച്ചതോടുകൂടിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് സംഘടനാ ചുമതലകളിലേക്ക്, സംഘടനാ നേതൃത്വത്തിലേക്ക് പിണറായി വിജയൻ പൂർണ്ണമായിട്ടും മാറിയത് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന ചരിത്ര സത്യം. എന്നാൽ രാധാകൃഷ്ണൻ അപ്പോഴും അതിനുശേഷവും സർക്കാരിൻ്റെ പ്രതിനിധിയായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സീനിയോറിറ്റി മറികടക്കാൻ കഴിയുമ്പോൾ, എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും മന്ത്രിമാരായി ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നുവല്ലോ ഇത്തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ദേവസ്വം, പിന്നോക്കക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതല എന്ന് പറയപ്പെടുന്നത് രാധാകൃഷ്ണനും നൽകി.
അങ്ങനെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിയുമായ രാധാകൃഷ്ണൻ പിണറായിയും എത്തുന്നത്. ഇവർ രണ്ടുപേരെയും ഒഴികെ മന്ത്രിസഭയിലെ മറ്റെല്ലാവരും പുതുമുഖങ്ങളായി. അതായത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനാര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, അത് കെ രാധാകൃഷ്ണൻ എന്നുള്ള ചേലക്കരക്കാരുടെ രാധേട്ടൻ മാത്രമാണ്. മന്ത്രിസഭയിലെ അനുഭവ സമ്പത്ത് പരിഗണിച്ചാൽ പിണറായി വിജയനോളം, അല്ലെങ്കിൽ അതിനു മുകളിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒക്കെ പരിചയസമ്പന്നനാണ് രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് 2 വർഷത്തെ മന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ള പരിചയം മാത്രമാണ് പിണറായിക്കുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ മുമ്പ് നയനാർ മന്ത്രിസഭയിൽ 5 വർഷത്തെ മന്ത്രി എന്ന നിലയിലെ അനുഭവ സമ്പത്തും കരുത്തും 2006 VS മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കർ പദവി, 2001 ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുടെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ പ്രതിപക്ഷ ചീഫ് വിപ്പ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിത്വമാണ്, ആ പ്രവൃത്തി പരിചയമുള്ള ആളാണ് ഈ കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ സംഘടനാ രംഗത്തും വേണ്ടുവോളം പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. അത്രത്തോളം പ്രവൃത്തി പരിചയവും അദ്ദേഹത്തിന് കൈമതിലായിട്ടുണ്ട് എന്നുള്ളതാണ് രാധാകൃഷ്ണൻ്റെ മേന്മ എന്ന് പറയപ്പെടുന്നത്. നിലവിൽ സർക്കാരിലെ ഏറ്റവും ജനകീയനായ മന്ത്രി എന്ന പ്രതിച്ഛായയുമുള്ളത്, അത്തരത്തിൽ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് കെ രാധാകൃഷ്ണൻ. നിലവിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ദളിത് ശോഷൺ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ചേലക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 തവണ വിജയിച്ച വ്യക്തിത്വം കൂടിയാണ് സഖാവ് കെ രാധാകൃഷ്ണൻ. 1996 ആദ്യമായി ചേലക്കരയിൽ മത്സരിക്കുന്നത്. അതുവരെ ഒരു കോൺഗ്രസ് കോട്ടയായിരുന്ന ചേലക്കരയിൽ CPMൻ്റെ ചെങ്കൊടി ആദ്യമായി പാറിപ്പിച്ചത് രാധാകൃഷ്ണനിലൂടെയായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് ചേലക്കരക്കാർക്ക് പിന്നെ ചിന്തിക്കേണ്ടി വന്നില്ല. ചേലക്കര എന്നാൽ കെ രാധാകൃഷ്ണനായി മാറുകയായിരുന്നു. ചേലക്കരയിലെ ജനങ്ങളോട് അവരുടെ രാധേട്ടനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ശരിവെക്കുന്നത് ഒരൊറ്റ വാക്ക് തന്നെയാണ്: എല്ലാവർക്കും പ്രിയങ്കരനാണ് രാധാകൃഷ്ണൻ. അഴിമതിയുടെയോ സ്വജനപക്ഷപാതത്തിൻ്റെയോ കറപുരളാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ ചേലക്കര എന്ന് പറയപ്പെടുന്ന ഒരു കുഗ്രാമമായിരുന്നു. ഭൂരിഭാഗവും നിത്യവേതനക്കാരായ പാവപ്പെട്ടവരായിരുന്നു. വൈദ്യുതി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, കുടിവെള്ളമെത്താത്തവർ, അങ്ങനെ പല സാഹചര്യത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിനായി മൈലുകളോളം സഞ്ചരിക്കേണ്ടി വരുന്നവർ, അങ്ങനെ ഒരുപാട്. അങ്ങനെയുള്ള ജനതയ്ക്കിടയിലേക്കാണ് വികസനത്തിൻ്റെ ഒരു പുതിയ മാർഗരേഖ, ആ പുതിയ മാർഗരേഖയുമായി രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ്. 2001, 2006, 2011 തെരഞ്ഞെടുപ്പുകളിലും ചേലക്കരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന സഖാവ് രാധാകൃഷ്ണൻ വിജയം നേടിയത്. 2016 തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന രാധാകൃഷ്ണൻ സംഘടനാ രംഗത്തപ്പോൾ സജീവമായി പ്രവർത്തകനായി മാറി. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്ന് അദ്ദേഹം. പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗവുമായി. പൂർണ്ണമായി സംഘടനാ ചുമതലകളിൽ സംഘടനാ പ്രവർത്തനവും കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം 2021 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ചേലക്കരയുടെ പ്രതിനിധിയായി ജയിച്ചു കയറുകയായിരുന്നു. SFIയുടെ പ്രവർത്തകനായി SFIയിലൂടെ രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നത് അത് കേരളവർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി എന്നുള്ള പദവി അലങ്കരിച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ചേലക്കരയുടെ ഏരിയ സെക്രട്ടറി ആകുന്നു. തൃശ്ശൂരിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി മാറുന്നു. ഇങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തിത്വം. DYFI ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയായി, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുന്നു. ഈ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും ഗ്രന്ഥശാല സംഘത്തിലും സമ്പൂർണ്ണമായിട്ടുള്ള സാക്ഷരതാ യജ്ഞം എന്നിവയിലുമൊക്കെ വളരെ സജീവമായി ഇടപെടുകയും വലിയ സജീവമായിട്ടുള്ള പങ്കാളിയായി തീരുകയും ചെയ്യുന്നു. 1991 വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നും തൃശ്ശൂർ കൗൺസിലിലേക്ക് ഇദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 1991. അതിനുശേഷം കാലമെത്രയോ കടന്നുപോയി. 1991 മുതൽ പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന കെ രാധാകൃഷ്ണന് 2024 എത്തുമ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജനങ്ങളുടെ പിന്തുണയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ കെ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ ആ പട്ടികജാതിയിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് മന്ത്രി പദവി രാജിവെക്കേണ്ടി വന്ന ഗതികളിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിണറായിക്ക് മുകളിലേക്ക് എത്തപ്പെടേണ്ട വ്യക്തിത്വം എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം. മന്ത്രി പദവിയിൽ സീനിയോറിറ്റി എന്ന് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് മുകളിലാണ് കെ രാധാകൃഷ്ണൻ. അതൊന്നും ഈ പിണറായിയെപ്പോലൊരു മന്ത്രിക്കും
ഈഗോ പിടിച്ചവന് സഹിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ മന്ത്രി പദവി രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും. തോറ്റാൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയും ചെയ്യും.